ബഹുമാനിയായ അധ്യക്ഷ നുഹ, പ്രിയപ്പെട്ട ക്യാമ്പസിലെ ഫ്രട്ടേണിറ്റിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കളെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഊഷ്മളമായ രാഷ്ട്രീയ സാഹോദര്യ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഒരുപാട് പ്രൗഢോജ്വലമായ പ്രഭാഷണങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കോരി ചോർന്ന മഴയ്ക്ക് ശേഷം സംസാരിക്കുന്ന ഒരവസ്ഥ ചിലപ്പോൾ സംസാരത്തിലുണ്ടായേക്കാം. ഇന്ത്യയിലെ വ്യത്യസ്ത രാഷ്ട്രീയ പ്രതിനിധാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തിന്റെ ഐക്കണുകളെ ഒരു വേദിയിൽ മനോഹരമായി അണിനിരത്തിക്കൊണ്ടാണ് ഇതിന്റെ ഉദ്ഘാടന സെഷൻ ഇവിടെ കഴിഞ്ഞുപോയത്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ അവരുടെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ വാസോട്ടനെ പോലെയുള്ള, ചിത്ര നിലമ്പൂരിനെ പോലെയുള്ള, അതുപോലെ തന്നെ സിദ്ദീഖാപ്പനെ പോലെയൊക്കെയുള്ള ഈ കാലഘട്ടത്തിന്റെ പോരാളികളെ, അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ക്യാമ്പസുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസാരിക്കുമ്പോൾ രാജ്യത്തെ കലാലയങ്ങൾ അതിന്റെ ഏറ്റവും മനോഹരമായ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത വണ്ണം രാജ്യത്തെ രാഷ്ട്രീയ രംഗവും രാജ്യത്തെ സാമൂഹ്യ രംഗവും ഹിന്ദുത്വ വംശീയ പാർട്ടിയുടെ RSSന്റെയും BJPയുടെയും ഒക്കെ രാഷ്ട്രീയ അജണ്ടക്കനുസരിച്ചുകൊണ്ട് പരുവപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ തുറസ്സുകളുമൊക്കെ മെല്ലെ മെല്ലെ നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ക്യാമ്പസുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ക്യാമ്പസുകൾ എന്ന് പറയുന്നത് അടങ്ങിയിരിക്കട എന്ന് പറയുമ്പോൾ അതിനോട് വിസമ്മതിച്ചുകൊണ്ട് തെരുവിലേക്ക് പോരാട്ടങ്ങളുമായി കടന്നു വന്ന ചരിത്രപരമായ പാരമ്പര്യം അവകാശപ്പെടുന്ന, ചരിത്രത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്ന ജനാധിപത്യത്തിന്റെ വീഥികളാണ് കലാലയങ്ങൾ എന്ന് പറയുന്നത്. ആ കലാലയങ്ങളിൽ അതിന്റെ ദൗത്യം മനോഹരമായി നിർവഹിക്കപ്പെടുന്ന, രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷമായി രാജ്യത്തെ കലാലയങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വളരെ ഐതിഹാസികമായ ഒരു പരിപാടിയുമായി ഫ്രട്ടേണിറ്റി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ വർഷം ഏതെന്ന് ചോദിച്ചാൽ, രാജ്യത്തെ കലാലയങ്ങളുമായി ബന്ധപ്പെട്ട, സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സുപ്രധാനപ്പെട്ട ഒരു വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ സാധിക്കും 2006 എന്നുള്ള ഒരു വർഷമാണ്. 2006ന്റെ പ്രത്യേകത, രണ്ടാം മണ്ഡൽ എന്നറിയപ്പെടുന്ന ഈ രാജ്യത്തെ ആദിവാസിയും ഈ രാജ്യത്തെ OBCയും ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കുമൊക്കെ ഇവിടത്തെ കേന്ദ്ര സർവകലാശാലകളിൽ സംവരണം ഏർപ്പെടുത്തിയ രണ്ടാം മണ്ഡലം എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ മൈൽ സ്റ്റോണായി രാജ്യത്തെ ക്യാമ്പസുകളുടെ ചരിത്രം അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് പറയാവുന്ന ഒരു വർഷമായിരുന്നു 2006. ആ 2006ന് ശേഷം ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ക്യാമ്പസുകളിലേക്ക് മുസ്ലിം വിദ്യാർത്ഥിനികൾ ഒരുപാട് കടന്നു വരുന്നു. ഇന്ത്യയിലെ ക്യാമ്പസുകളിലേക്ക് തട്ടമിട്ട പെൺകുട്ടികൾ കടന്നു വരുന്നു. ഇന്ത്യയിലെ ക്യാമ്പസുകളിലേക്ക് SC/ST വിദ്യാർത്ഥികൾ കടന്നു വരുന്നു. ഇന്ത്യയിലെ ക്യാമ്പസുകളിലേക്ക് ആദിവാസിയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലെ വിദ്യാർത്ഥികളും കടന്നു വരുന്നു. കശ്മീരികൾ കടന്നു വരുന്നു. ഇങ്ങനെ ഇന്ത്യ എന്ന് നമ്മൾ പറയുന്ന വൈവിധ്യങ്ങളുടെ സഹവർത്തിത്വം സാധ്യമാകുന്ന ഒരു ഇന്ത്യ എന്ന് നമ്മുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്ന ഒരു ഇന്ത്യയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പായിരുന്നു അന്നത്തെ UPA സർക്കാരിന്റെ നേതൃത്വത്തിൽ 2006 നടപ്പിലാക്കിയ രണ്ടാം മണ്ഡലം എന്നറിയപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള സംവരണം എന്ന് പറയുന്നത്. അതിനുശേഷം ഇന്ത്യയിലെ ക്യാമ്പസുകളിലെ സമരത്തിന്റെ സ്വഭാവം മാറുകയാണ്. മുമ്പൊക്കെ ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ നടന്ന സമരങ്ങൾ സംവരണത്തിനെതിരെയുള്ള സമരങ്ങളായിരുന്നു.
അതുപോലെ തന്നെ ഇവിടുത്തെ അപ്പർ കാസ്റ്റിന്റെ താല്പര്യങ്ങൾ ഏതെങ്കിലും ഭരണകൂടം എടുത്തു മാറ്റിയാൽ അതിനെതിരെയുള്ള സമരങ്ങളായിരുന്നു. നിങ്ങൾക്കറിയുമോ, JNU എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാല എന്ന് ഇവിടുത്തെ ഇടതുപക്ഷ ബുദ്ധിജീവികളും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രവർത്തകരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന JNU-വിൽ 2006 മുമ്പ് ഉയർന്ന മുദ്രാവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സംവരണ വിരുദ്ധ മുദ്രാവാക്യമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യങ്ങളായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ദളിത് വിരുദ്ധ മുദ്രാവാക്യങ്ങളായിരുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ 2006 ശേഷം ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ വിവിധ ക്യാമ്പസുകളിലേക്ക് ന്യൂനപക്ഷ വിദ്യാർത്ഥികളും ദളിതരും ആദിവാസികളും മുസ്ലിങ്ങളും അടക്കമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നമ്മുടെ കലാലയങ്ങളിലേക്ക് കടന്നു വന്നു. ക്യാമ്പസുകളുടെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ 2006 ശേഷം വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ പാർശ്വവൽകൃത ജനവിഭാഗങ്ങളുടെ ശബ്ദങ്ങൾ ക്യാമ്പസിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി. അന്ന് ഇസ്ലാമോഫോബിയയെ കുറിച്ചുള്ള മുദ്രാവാക്യം ക്യാമ്പസിൽ ഉയർത്തിയപ്പോൾ, മുസ്ലിം വിദ്യാർത്ഥികൾ ഉയർത്തിയപ്പോൾ SFI പറഞ്ഞ മറുപടി അതൊരു ജാർഗണാണ്, കേവലമായ ഒരു പദപ്രയോഗമാണ്. ആ മുദ്രാവാക്യത്തിന് ഈ ക്യാമ്പസിൽ പ്രസക്തിയില്ല എന്നായിരുന്നു അന്ന് SFI പറഞ്ഞത്. പക്ഷേ നമ്മൾ കാണുന്നത് ഇന്ന് ഈ രോഹിത് വെമുലക്ക് ശേഷം അതുപോലെ തന്നെ നജീബ് അഹമ്മദിന്റെ മൂവ്മെന്റിന് ശേഷം രാജ്യത്തെ ക്യാമ്പസുകളിൽ അന്ന് ജാർഗൺ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി പരിഹസിച്ച് ആ മുദ്രാവാക്യങ്ങളെ പരിഹസിച്ച SFI ഇന്ന് ഇസ്ലാമോഫോബിയയെ കുറിച്ചുള്ള മുദ്രാവാക്യം SFIയെ കൊണ്ട് വിളിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉയർത്തിയ രാഷ്ട്രീയത്തിന്റെ വിജയമായി നമ്മൾ അത് കാണേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം, രോഹിത് മൂവ്മെന്റിന് ശേഷം അതുപോലെ തന്നെ നജീബ് മൂവ്മെന്റിന് ശേഷം നമ്മുടെ ക്യാമ്പസുകളിൽ വന്ന പുതിയ നവജനാധിപത്യ രാഷ്ട്രീയം എന്ന് പറയുന്ന, നമ്മളൊക്കെ മുന്നോട്ട് വെക്കുന്ന സാഹോദര്യ രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയം ഈ രാജ്യത്തെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ദളിതന്റെയും ആദിവാസിയുടെയും അതുപോലെ തന്നെ പിന്നാക്കക്കാരന്റെയും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡേഴ്സിന്റെയും ഒക്കെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നവജനാധിപത്യ രാഷ്ട്രീയം എന്ന് പറയുന്ന, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയം ക്യാമ്പസുകളിലേക്ക് വന്നതോടുകൂടി SFI ഒക്കെ ഇപ്പോ അവരുടെ മുദ്രാവാക്യങ്ങൾ നിങ്ങൾ കേട്ടാൽ അറിയാം. കഴിഞ്ഞ ദിവസം MG യൂണിവേഴ്സിറ്റിയിലെ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് SFIയുടെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഉന്നാൽ മുടിയാതി തമ്പി എന്നുള്ളതാണ്. നമ്മൾ കേട്ടാ തോന്നും വല്ല വിജയിന്റെ അല്ലെങ്കിൽ രജനീകാന്തിന്റെ ഒക്കെ സിനിമയിലെ ഡയലോഗ് പറയേണ്ട ഒരു ഗതികേട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഉന്നാൽ മുടിയാതി തമ്പി എന്നുള്ളതാണ് ഇപ്പോൾ SFIയുടെ മുദ്രാവാക്യം. വിപ്ലവത്തെക്കുറിച്ച് സംസാരിച്ച SFI ഇപ്പൊ പറയുന്നത് ഉന്നാൽ മുടിയാതി തമ്പി എന്നുള്ളതാണ്. ഞങ്ങൾക്കും SFIയോട് നമുക്കും പറയാനുള്ള മറുപടി, നിങ്ങൾക്ക് മുടിയുന്ന കാര്യങ്ങൾ ഒരിക്കലും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് മുടിയാത് എന്നുള്ളതാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, SFIക്ക് എന്താണ് ഇന്നത്തെ ക്യാമ്പസുകളിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്? വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് കോളേജിലടക്കം ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുകൊടുത്ത് ജോലി വാങ്ങുന്ന ആളുകളാണ് ഇന്ന് SFI. നിങ്ങൾക്കറിയില്ലേ വിദ്യയെക്കുറിച്ച്? വിദ്യ എന്ന് പറയുന്നത് 2017 SFIയുടെ സ്ഥാനാർത്ഥിയായി മഹാരാജാസ് കോളേജിൽ മത്സരിച്ച SFIയുടെ സജീവയായ പ്രവർത്തകയാണ് വിദ്യ എന്ന് പറയുന്നത്. ആ വിദ്യ ചെയ്ത പണി വ്യാജമായി മഹാരാജാസിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അവർ അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി ജോലിക്ക് കൊടുക്കുകയും അത് സംശയം വന്നപ്പോൾ അത് പരിശോധിച്ചപ്പോൾ അത് വ്യാജമാണെന്ന് പറയുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയുണ്ടായി. അപ്പോഴല്ലേ PK ശ്രീമതി ടീച്ചർ വിദ്യയോട് പറഞ്ഞത്? നിങ്ങൾക്കറിയാം, PK ശ്രീമതി എന്ന് പറയുന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം വിദ്യയോട് പറഞ്ഞത്, എന്നാലും എന്റെ വിദ്യയെ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ ക്യാമ്പസുകളിലെ നവജനാധിപത്യ രാഷ്ട്രീയത്തെ മുറുകെ പിടിക്കുന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റിനും SFIയോടും ഇത് തന്നെയാണ് പറയാനുള്ളത്. എന്നാലും എന്റെ SFI ഇത്തരത്തിൽ വ്യാജങ്ങളിൽ പടുത്തുയർത്തിയ നിങ്ങളുടെ ഈ രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയത്തെ ക്യാമ്പസുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിനെയാണ് നിങ്ങളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് ഈ കാലഘട്ടത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ പല അർത്ഥത്തിലും മറ്റുള്ളവർക്ക് ഏറ്റെടുക്കേണ്ടി വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ രാഷ്ട്രീയം മറ്റുള്ളവർക്ക് പറയേണ്ട സാഹചര്യം ഈ പുതിയ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പല ആളുകളും ക്യാമ്പസുകളിലേക്ക് പോയാൽ വൈബ് കോർണറിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന പല വിദ്യാർത്ഥി സംഘടനകളുണ്ട്. MSF ഒക്കെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വൈബ് കോർണർ എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, ക്യാമ്പസിൽ എല്ലാ കാലത്തും വൈബുണ്ട്. അത് ഓരോ കാലത്തിന്റെയും വൈബിന്റെ സ്വഭാവം ക്യാമ്പസിന്റെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നതാണ്.
80കളുടെ വൈബ് 80കളുടെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് രൂപപ്പെടുന്നതാണ്. 90കളുടെ വൈബ് എന്ന് പറയുന്നത് 90കളുടെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് രൂപപ്പെടുന്നതാണ്. 2023 വൈബ് എന്ന് പറയുന്നത് ആ കാലഘട്ടം. പക്ഷേ വൈബിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാർത്ഥി സംഘടന, നമ്മൾ MSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് വൈബ് കോർണർ മാത്രം വെച്ചുകൊണ്ട് ക്യാമ്പസിനെ അഭിമുഖീകരിക്കാൻ വരികയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. MSF ഒക്കെ ഈ കുറ്റിപ്പുറം പാലത്തിനപ്പുറത്തേക്കുള്ള കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ പോയാൽ MSFന്റെ ഫുൾ ഫോം പോലും പറയാൻ ധൈര്യമില്ലാത്ത ഒരു പാർട്ടിയായി നമുക്ക് MSFനെ കാണാം. പലപ്പോഴും കുസാറ്റിലൊക്കെ ചിലപ്പോ കുട്ടികൾ ചോദിക്കും, എന്താണോ MSFന്റെ ഫുൾ ഫോം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും MSFന്റെ ഫുൾ ഫോം മൈനോറിറ്റി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിൽ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുകയും ആ തൊട്ടപ്പുറത്തെ ജില്ലയിൽ പോയാൽ മൈനോറിറ്റി സ്റ്റുഡൻസ്, അതായത് സ്വന്തം രാഷ്ട്രീയത്തെ കുറിച്ച് പോലും ആത്മവിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ ക്യാമ്പസിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആശയത്തെ ചേർത്തുപിടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയത്തെ നമുക്ക് വളർത്തിയെടുക്കണം. നമ്മളുടെ ആശയം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ക്ലാരിറ്റിയുള്ള, ഏറ്റവും പ്രസക്തിയുള്ള, ഏറ്റവും അടിസ്ഥാനമായ ഒരു ആശയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന സാഹോദര്യം എന്ന് പറയുന്നത്. ആളുകളെ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും അതുപോലെ തന്നെ വർണ്ണത്തിന്റെ പേരിലും പ്രദേശത്തിന്റെ പേരിലുമൊക്കെ ആളുകളെ വിഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഏറ്റവും വിപ്ലവകരമായ ഒരു ആശയത്തെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാമോ, ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങളൊക്കെ ക്യാമ്പസുകളിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നേരത്തെ തന്നെ അതിന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ പറയുന്നു, ഏത് കാരണങ്ങൾ കൊണ്ട് വിവേചനങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളായാലും, ജെൻഡറിന്റെ പേരിലുള്ള വിവേചനങ്ങളായാലും, അതുപോലെ തന്നെ പ്രദേശത്തിന്റെ പേരിലുള്ള വിവേചനങ്ങളായാലും, അതല്ലെങ്കിൽ മതത്തിന്റെ പേരിലുള്ള വിവേചനങ്ങളായാലും, വിവേചനങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആശയത്തെയാണ്, അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരത്തെയാണ് നമ്മൾ സാഹോദര്യമെന്ന് പേരിട്ട് നമ്മൾ വിളിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ ആശയത്തെ ചേർത്ത് പിടിക്കുവാൻ നമ്മുടെ ക്യാമ്പസുകളിൽ സാധിക്കേണ്ടതുണ്ട്. ആശയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് വൈബുകൾ സൃഷ്ടിക്കുവാൻ നമുക്ക് വൈബ് തീരെ വേണ്ട എന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പുതിയ തരംഗം നിങ്ങളുടെ ക്യാമ്പസുകളിൽ ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു തരംഗത്തിന് മാത്രമേ നമുക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിജയങ്ങളും ഇളക്കങ്ങളും നമുക്ക് സൃഷ്ടിക്കാൻ പറ്റൂ. 2017 ക്യാമ്പസ് തെരഞ്ഞെടുപ്പ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് രൂപപ്പെടുത്തിയെടുത്ത ആ ഒരു വർഷത്തെ തന്നെ 2017 നടന്ന ക്യാമ്പസ് തെരഞ്ഞെടുപ്പിലുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. 2017 മുമ്പുള്ള കേരളത്തിലെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് ഏക പാർട്ടി ക്യാമ്പസുകളായിരുന്നു. പല ക്യാമ്പസുകളിലേക്കും നമ്മൾ പോകുമ്പോൾ ക്യാമ്പസിന്റെ അകത്ത് പ്രവേശിച്ചാൽ നമ്മളെ അടിച്ചുകൊണ്ട് പുറത്തേക്ക് പറഞ്ഞയക്കുന്ന ഒരുപാട് ക്യാമ്പസുകൾ ഉണ്ടായിരുന്നു. ക്യാമ്പസുകളുടെ ഒരു 2 മീറ്റർ അകലത്തിൽ പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. SFIക്ക് മാത്രം പ്രവർത്തിക്കാൻ പറ്റുന്ന, ഒരു കൊടി മാത്രം പറന്നുകൊണ്ടിരിക്കുന്ന പല ക്യാമ്പസുകളും കേരളത്തിൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ ക്യാമ്പസുകളിലേക്ക് പോയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ 2017 നിങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ ക്യാമ്പസിൽ നിങ്ങളുടെ വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കണം. 2017 ജനാധിപത്യ വിരുദ്ധമായ പല ക്യാമ്പസുകളിലും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ SFI നയിച്ചുകൊണ്ടിരുന്ന പല ക്യാമ്പസുകളിലേക്കും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കടന്നുപോയിക്കൊണ്ട് ആ ക്യാമ്പസുകളിൽ ഉണ്ടാക്കിയെടുത്ത വിപ്ലവത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. മാച്ചിനാരിക്കുന്ന് പറയുന്ന വടകരയിലെ മടപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന മാച്ചിനാരിക്കുന്നിലെ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് നമ്മൾ അറിയണം. മടപ്പള്ളി ഗവൺമെന്റ് കോളേജിന്റെ പരിസരം ഒഞ്ചിയമാണ്. TP ചന്ദ്രശേഖരനെ 53 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ പ്രദേശമാണ് ഒഞ്ചിയം. ആ ഒഞ്ചിയത്ത് സ്ഥിതി ചെയ്യുന്ന, പാർട്ടി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലേക്ക് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ചുറുചുറുക്കുള്ള പ്രവർത്തകർ കയറി ചെല്ലുകയും ആ ക്യാമ്പസിൽ നമ്മൾ നിരവധി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി നമ്മളങ്ങ് പിന്നോട്ട് പോവുകയല്ല ചെയ്തത്. മറിച്ച് നമ്മളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ, സാഹോദര്യ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ആ ക്യാമ്പസുകളിൽ നമ്മൾ നിലയുറപ്പിക്കുകയും നമ്മളുടെ ആശയത്തെ ഏറ്റവും മനോഹരമായി ആ ക്യാമ്പസിനോട് നമ്മൾ പറയുകയും, അതിനുശേഷം നമ്മൾ കാണുന്നത് ആ ക്യാമ്പസിൽ ഇന്ന് നിങ്ങൾക്ക് മാച്ചിനാരിക്കുന്നിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് 7 കൊടികൾ കാണാം, 7 വിദ്യാർത്ഥി സംഘടനകളുടെ കൊടികൾ കാണാം. SFI മാത്രമല്ല, ഫ്രട്ടേണിറ്റിയുടെ കൊടി പറക്കും, MSFന്റെ കൊടി എവിടെ ഉണ്ടാവും, KSUവിന്റെയും ASFന്റെയും AIDSയുടെയും ABVPയുടെയും അങ്ങനെ തുടങ്ങി
ഈ കേരളത്തിൽ ഏതൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ടോ ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയൊക്കെ കൊടി പറക്കുന്ന ജനാധിപത്യ ക്യാമ്പസായി മാച്ചിനാരിക്കുന്നിനെ നമുക്ക് മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട്. മട്ടപ്പള്ളി ഗവൺമെന്റ് കോളേജിനെ നമുക്ക് മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാരാജാസ് കോളേജിനെ കുറിച്ച് നമുക്കറിയാം. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം ഗവൺമെന്റ് പോളിടെക്നിക് ഒരു കാലത്ത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ SFI മാത്രം പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസ് ആയിരുന്നു അങ്ങാടിപ്പുറം ഗവൺമെന്റ് കോളേജ്. അതുപോലെ തന്നെ കൊണ്ടോട്ടി EMEA കോളേജ് എന്ന് പറയുന്നത് MSFകാരല്ലാത്ത ഒരാൾക്കും പ്രവേശനമില്ലാത്ത ഒരു ക്യാമ്പസ് ആയിരുന്നു കൊണ്ടോട്ടി EMEA കോളേജ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള നിരവധി ജനാധിപത്യ വിരുദ്ധമായ ക്യാമ്പസുകൾ SFIയുടെയും MSFന്റെയും ഒക്കെ ആധിപത്യത്തിൽ നെരുങ്ങി അമർന്നിരുന്ന ക്യാമ്പസുകളിൽ നമ്മൾ അത്തരം ക്യാമ്പസുകളിൽ ജനാധിപത്യത്തിന്റെ ശുദ്ധമായ ക്യാമ്പസിലേക്ക് കടത്തിവിട്ടുകൊണ്ട് നമ്മുടെ ചരിത്രം ആരംഭിച്ച അതുപോലെ തന്നെ സീനിയേഴ്സിനെ ജൂനിയർ റെസ്പെക്ട് ചെയ്യാത്തതിന്റെ പേരിലുള്ള സംഘർഷം, ഇങ്ങനെ തുടങ്ങിയ സംഘർഷങ്ങൾ മാത്രമായിരുന്നു ക്യാമ്പസുകൾ എന്ന് പറയുന്നത്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്ന മൂവ്മെന്റ് 2017 ശേഷം ക്യാമ്പസിലേക്ക് കടന്നു വന്നതോടുകൂടി ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ക്യാമ്പസുകളിൽ ഒരു പുതിയ ജനാധിപത്യ കൾച്ചർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റി. രോഹിത് വെമുലയെ കുറിച്ച് സംസാരിക്കുന്ന ക്യാമ്പസ് നമുക്കുണ്ടാക്കുവാൻ സാധിച്ചു. നജീബ് അഹമ്മദിനെ കുറിച്ച് സംസാരിക്കുന്ന ക്യാമ്പസുകൾ നമുക്കുണ്ടാക്കുവാൻ സാധിച്ചു. സംവരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ക്യാമ്പസുകൾ നമുക്കുണ്ടാക്കുവാൻ സാധിച്ചു. സിദ്ദീഖാപ്പനെ കുറിച്ചും ഗ്രോവാസുവിനെ കുറിച്ചും ചിത്രാ നിലമ്പൂരിനെ കുറിച്ചും സംസാരിക്കുന്ന കലാലയങ്ങൾ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിച്ചു. അതാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ക്യാമ്പസിന്റെ ഒരു കൾച്ചറിനെ മാറ്റിയെടുത്തതിൽ വലിയ പങ്ക് വഹിച്ച പ്രസ്ഥാനമാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മൾ 2017 കൂടി തന്നെ, അല്ലെങ്കിൽ നജീബ് മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വേർ ഈസ് നജീബ് എന്നുള്ള ചോദ്യം, എവിടെയാണോ നജീബ് എന്നുള്ള ചോദ്യം നമ്മൾ ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ വളരെ ശക്തമായി നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചോദ്യം ഇന്ന് നിങ്ങൾ ആലോചിക്കണം. കഴിഞ്ഞ ഒരു കൊല്ലമായി ഇതേ ചോദ്യം MSF ഏറ്റെടുക്കാത്ത ചോദ്യം, പ്രത്യേകിച്ചും മുസ്ലിം വിദ്യാർത്ഥിയുടെ ഫോഴ്സ്ഫുൾ ഡിസപ്പിയറൻസ് രൂപപ്പെടുത്തിയ ഒന്നായിരുന്നല്ലോ നജീബ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ആ നജീബ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യവും ഉന്നയിക്കാത്ത MSF ഇന്ന് വെർ ഈസ് നജീബ് എന്ന് ചോദിക്കേണ്ടി വന്നത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് രൂപപ്പെടുത്തിയ പുതിയൊരു രാഷ്ട്രീയ കൾച്ചറായി നമുക്ക് കാണുവാൻ. ഫ്രട്ടേണിറ്റി മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നിരവധി മനോഹരമായ അനുഭവങ്ങളിലൂടെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു പോയിട്ടുണ്ട്. മനോരമ പത്രം, നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഏറ്റവും സർക്കുലേഷൻ ഉള്ള ഒരു പത്രമാണ് മനോരമ പത്രം. ആ മനോരമ പത്രം മഹാരാജാസ് കോളേജിലെ ഇലക്ഷൻ വിജയത്തെ അവര് വളരെ മനോഹരമായി ഒരു അന്നത്തെ ഫ്രട്ടേണിറ്റി വിജയിച്ച സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ എന്ന് പറയുന്നത് മഹാരാജാസിൽ ഫ്രട്ടേണിറ്റി വക SFIക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നുള്ളതായിരുന്നു അന്നത്തെ ഹെഡിങ്. ഫ്രട്ടേണിറ്റിയുടെ വക മഹാരാജാസിൽ SFIക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നുള്ളതായിരുന്നു. ഇങ്ങനെ നിരവധി ഷോക്ക് ട്രീറ്റ്മെന്റുകൾ കേരളത്തിന്റെ മുക്കിലും മൂലയിലും നൽകിക്കൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കടന്നു വന്നത്. ബ്രണ്ണൻ കോളേജിനെ കുറിച്ച് നമുക്കറിയാം. ബ്രണ്ണൻ കോളേജ് എന്ന് പറയുന്നത് പിണറായി വിജയൻ ഊരിപ്പിടിച്ച വാളിന്റെ മുന്നിലൂടെ നടന്നുപോയ ക്യാമ്പസാണ് എന്നുള്ളതാണ് സഖാക്കൾ എപ്പോഴും പറയാറ്. കോൺഗ്രസ്സുകാർ പറയും ഊരിപ്പിളിച്ച വാളുമായി വന്ന പിണറായിയെ സധൈര്യം ചവിട്ടി വീഴ്ത്തിയ സുധാകരന്റെ ക്യാമ്പസാണ് ബ്രണ്ണൻ കോളേജ് എന്ന് അവർ പറയാറുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ബ്രണ്ണൻ കോളേജിൽ പോയി നോക്കണം. ബ്രണ്ണൻ കോളേജിൽ SFIയുടെ ഫാസിസത്തെ നേരിടുന്ന ഏക വിദ്യാർത്ഥി പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, അത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ആണ്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റിനെയാണ് SFI ബ്രണ്ണൻ കോളേജിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ കേരളത്തിന്റെ വിവിധ കലാലയങ്ങളിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഒരു പുതിയ രാഷ്ട്രീയ കൾച്ചറിനെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കലാലയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ നിങ്ങളോട് പല ചോദ്യങ്ങളും ചോദിച്ചേക്കാം. പല ആളുകളും നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പല ചോദ്യങ്ങളുമായി കടന്നു വരും. ചില ആളുകൾ ഫ്രട്ടേണിറ്റിയോട് പറയുന്നത് നിങ്ങൾ വർഗീയവാദികളാണ് എന്നുള്ള ചോദ്യമാണ് പലപ്പോഴും ക്യാമ്പസുകളിൽ SFIയും അതുപോലെ തന്നെ ചില ക്യാമ്പസുകളിൽ MSFും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് SFIയോട് വളരെ വിനയത്തോടു കൂടി ഫ്രട്ടേണിറ്റി മൂവ്മെന്റിനും നമുക്കും പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, വർഗരാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ തമ്മിൽ, രണ്ട് വർഗങ്ങൾ തമ്മിൽ തല്ലി ഇയാണ് വിപ്ലവം ഉണ്ടാവുക എന്ന് പഠിപ്പിച്ച ഒരു ആശയത്തിന്റെ വക്താക്കളാണ്
വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത്. വർഗീയത, വർഗം, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാറ്റഗറികളെ നിർമ്മിച്ചെടുത്ത പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അങ്ങനെ വർഗങ്ങൾ തമ്മിലുള്ള പരസ്പരം സംഘർഷങ്ങളിൽ രൂപപ്പെടുന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളാണ് നമ്മുടെ വർഗീയതയുടെ ചാപ്പകുത്തുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ അവരോട് ചോദിക്കേണ്ടത്, നിങ്ങളുടെ ആശയം നിങ്ങൾ ഒന്നുകൂടി പഠിക്കണം എന്നുള്ളതാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. നിങ്ങളുടെ ആശയത്തിൽ തന്നെ വർഗീയമായ സംഘർഷങ്ങളെ കുറിച്ചും വർഗരാഷ്ട്രീയത്തെക്കുറിച്ചും സംസാരിക്കുന്ന നിങ്ങളാണ് ഞങ്ങളോട് വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്ന. നമുക്ക് അവരോട് വിനയത്തോടു കൂടി നമുക്ക് സംസാരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സംഗതി, തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒക്കെ മുദ്രകൾ നമുക്കെതിരെ ചാപ്പകുത്തുക എന്നുള്ളതാണ് ക്യാമ്പസുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് അവരോട് നമുക്ക് വളരെ ശക്തമായി തന്നെ നമ്മുടെ രാഷ്ട്രീയത്തെ നമുക്ക് പറയാൻ പറ്റണം. നമ്മുടെ ഇതം പര്യന്തമുള്ള നമ്മുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് തീവ്രവാദവും ഭീകരവാദവുത്തിന്റെ ഒക്കെ ഉദാഹരണങ്ങൾ നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ നമുക്ക് സാധിക്കും. നിങ്ങളൊന്ന് ആലോചിക്കണം, കീഴ്ശ്ശേരി എന്ന് പറയുന്ന കൊണ്ടോട്ടിക്കടുത്തുള്ള കീഴ്ശ്ശേരിയിൽ അധ്യാപകനെ ചവിട്ടിക്കൊന്ന പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് MSF എന്ന് പറയുന്നത്. നിരവധി കൊലപാതകങ്ങളിൽ, നിരവധി അക്രമ രാഷ്ട്രീയങ്ങളിൽ പങ്കെടുത്ത പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് SFI, അതുപോലെ തന്നെ KSU എന്ന് പറയുന്നത്. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, കേരളത്തിൽ ഇതുവരെ നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളിലും, ഇതുവരെ നടന്ന ഒരു ക്യാമ്പസ് കൊലപാതകങ്ങളിലും ഒരു പങ്കുമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. കേരളത്തിൽ നമ്മൾ രാഷ്ട്രീയ കൊലപാതകങ്ങളോ രാഷ്ട്രീയ വയലൻസിനോ നമ്മൾ ഇതംപര്യം നേതൃത്വം നൽകിയിട്ടില്ല. അതുകൊണ്ട് വയലൻസ് ആണ് തീവ്രവാദമെങ്കിൽ, വയലൻസ് ആണ് വർഗീയത എന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇതര വിദ്യാർത്ഥി സംഘടനകളാണ്. നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ആളുകളായി മാത്രം നമ്മൾ ക്യാമ്പസിൽ മാറാൻ പാടില്ല. SFIയും അതുപോലെ തന്നെ KSUവും അതുപോലെ തന്നെ MSFും ഒക്കെ അവരുണ്ടാക്കുന്ന ഡിസ്കോഴ്സുകൾക്കകത്ത്, അവരുണ്ടാക്കുന്ന വ്യവഹാരങ്ങൾക്കകത്ത് കറങ്ങുകയും അവർ പറയുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകുക എന്നുള്ള സ്വഭാവത്തിലല്ല നമ്മൾ ക്യാമ്പസിൽ ഉണ്ടാവേണ്ടത്. അവരോടും ചില മൂർച്ചയുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂർച്ചയുള്ള ചോദ്യങ്ങൾ എന്നുള്ളത് ഞാൻ അടിവരയിട്ടുകൊണ്ട് തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രം പറയുകയല്ല നമ്മുടെ പണി. നമ്മുടെ പണി എന്ന് പറയുന്നത് ചില മറുചോദ്യങ്ങളുടെ രാഷ്ട്രീയം കൂടി അവരിലേക്ക് കൈമാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് SFIയോട് കുറിച്ച്. നിങ്ങളുടെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച്, SFIയുടെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ചും MSFന്റെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ചും നിങ്ങൾ ചോദിക്കണം. എന്താണ് SFIയുടെ സ്ത്രീവിരുദ്ധത? ഈ കഴിഞ്ഞ MG യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIയുടെ മുന്നണിയിൽ തന്നെയുള്ള വിദ്യാർത്ഥി സംഘടനയായ ASFന്റെ വിദ്യാർത്ഥിനി നേതാവിനോട് ഏറ്റവും മോശമായ രീതിയിൽ ഞങ്ങൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിന്നെ ബലാത്സംഗം ചെയ്യുമെന്നടക്കമുള്ള വളരെ ഏറ്റവും മോശമായ രീതിയിൽ, ഒരു പൊതുസദസ്സിൽ പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ പദപ്രയോഗങ്ങൾ നടത്തുകയും ഇന്നും നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിൽ യൂട്യൂബിൽ അത്തരം വിഷ്വൽസുകൾ, നിരവധി SFIയുടെ സ്ത്രീവിരുദ്ധമായ വിഷ്വൽസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് അവരുടെ സ്ത്രീവിരുദ്ധതയെ കൃത്യമായി നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ MSFനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഫാത്തിമ തഹ്ലിയും നജ്മ തബ്ഷീറയും അതുപോലെ തന്നെ മിന ജലീലും ഒക്കെ ഉയർത്തിയ ചോദ്യങ്ങൾ, മുഫീദ തസ്നിയൊക്കെ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഇതുവരെ ഹരിത വിഷയത്തിൽ ഇതുവരെ അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ MSFന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഇത്തരം പാർട്ടികളുടെ സ്ത്രീവിരുദ്ധതയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റണം. നമ്മളുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. നമ്മളുടെ സംഘടനയിൽ, നമ്മളുടെ ഭാരവാഹിത്വങ്ങളിൽ, നമ്മളുടെ ജില്ലകളിൽ, നമ്മളുടെ ക്യാമ്പസുകളിൽ, നമ്മളുടെ ഒക്കെ വുമൺ ഫ്രണ്ട്ലിയായ, അതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവായ നമ്മളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് അഭിമാനത്തോടു കൂടി നിങ്ങൾ ക്യാമ്പസിൽ SFIയോടും MSFനോടും KSUവിനോടും ഒക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റുകൊടുക്കുന്ന SFIയുടെ സമരങ്ങളെ ഒറ്റുകൊടുത്ത പാരമ്പര്യത്തെക്കുറിച്ച് നിങ്ങൾ അവരോട് ചോദിക്കണം. സമരങ്ങളെ ഒറ്റുകൊടുത്ത പാരമ്പര്യത്തെക്കുറിച്ച് നിങ്ങൾ അവരോട് ചോദിക്കണം. നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് നടത്തിയ ഏറ്റവും വലിയ SFIയുടെ സമരം എന്ന് പറയുന്നത് ഓട്ടോണമസിനെതിരെയുള്ള സമരമായിരുന്നു, സ്വയംഭരണ കോളേജുകൾക്കെതിരെയുള്ള സമരമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം, കഞ്ഞിവെച്ചും അതുപോലെ തന്നെ റിലേ നിരാഹാരം ഇരുന്നുമൊക്കെ അവർ നടത്തിയ ഒട്ടനവധി സമരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരം സമരങ്ങളെ പിന്നീട് LDF സർക്കാർ കേരളത്തിൽ ഭരണം നടത്താൻ വന്നപ്പോൾ പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ, ആ സമരങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത്
അതിന്റെ തന്നെ ഗുണഭോക്താക്കളായി മാറുന്ന കാഴ്ച, നടത്തിയ സമരങ്ങളെ തന്നെ ഒറ്റുകൊടുക്കുന്ന പാരമ്പര്യമുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സമരമായിരുന്നു സ്വാശ്രയ സമരം എന്ന് പറയുന്നത്. സ്വാശ്രയ സമരം 5 രക്തസാക്ഷികളെ SFIക്ക് ഉണ്ടാക്കി കൊടുത്ത സമരമാണ് സ്വാശ്രയ സമരം എന്ന് പറയുന്നത്. എന്താണ് പിന്നീട് സ്വാശ്രയ സമരത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, സ്വാശ്രയ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളായിട്ട് SFI മാറുന്നത്, അല്ലെങ്കിൽ CPM മാറുന്നത് നമുക്ക് കേരളത്തിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ സമരങ്ങളെ ഒറ്റുകൊടുത്ത ഒരു പാരമ്പര്യമുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായി നമുക്ക് കേരളത്തിൽ SFIയോട് നമുക്ക് അവരുടെ തുറന്ന ക്യാമ്പസ് സെലക്ഷനുകളിൽ നമുക്ക് ചോദിക്കുവാൻ സാധിക്കണം. അതുപോലെ തന്നെ MSFന് ആധിപത്യമുള്ള ക്യാമ്പസിൽ ഞാൻ നേരത്തെ ഹരിതയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കാൻ സാധിക്കണം, മലബാറിലെ വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ MSFന്റെ ഒക്കെ നേതാക്കൾ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് ഉണ്ട്. പള്ളിയല്ല പള്ളിക്കൂടമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് SFIക്കെതിരെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാലം വിദ്യാഭ്യാസ മന്ത്രിമാരായി ഈ ജില്ലയിൽ നിന്ന് തന്നെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ലീഗിന്റെ ഒക്കെ അടക്കമുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി അവർ ഭരണത്തിലിരുന്ന സമയത്ത് ഒന്നും ചെയ്യാതെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രം കിടന്ന് മോങ്ങുന്ന ഒരു പതിവ് സീസണൽ സമരക്കാഴ്ച മാത്രമായിട്ട് ഇവിടുത്തെ അവകാശ പോരാട്ടങ്ങൾ അവർ കാണുന്നതിനെ കുറിച്ച് നിങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. മലപ്പുറം ജില്ലയിൽ സെൽഫ് ഫൈനാൻസിംഗ് കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ ഈ സദസ്സിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സെൽഫ് ഫൈനാൻസിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു കേസ് കേരള ഹൈക്കോടതിയിലുണ്ട്. ആ കേസ് എന്ന് പറയുന്നത് സ്വാശ്രയ വിദ്യാർത്ഥികളുടെ അവിടുത്തെ UEC-മാർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള UEC-മാർക്ക് വോട്ടവകാശം നിഷേധിക്കുന്ന അതിനുവേണ്ടിയിട്ടുള്ളൊരു നിയമം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റും ഒക്കെ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെതിരെ പലപ്പോഴും കോടതികളിൽ പോയിക്കൊണ്ട് ചലഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയേണ്ടതുണ്ട്, ഇവിടുത്തെ UEC-മാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന, ഇവിടുത്തെ UEC-മാരുടെ വോട്ടവകാശം നിഷേധിക്കുന്ന SFI ആണ് നമ്മളോട് ക്യാമ്പസിൽ വന്ന് വോട്ടുകൾ ചോദിക്കുന്നത്. അവരോട് നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സൂചിപ്പിക്കുവാൻ സാധിക്കണം. ഇങ്ങനെ നിരവധി മറുചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ നമ്മൾ നിലയുറപ്പിക്കണം. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നിലാണ് നമ്മളുള്ളത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മളെ അടയാളപ്പെടുത്തുവാൻ ഏറ്റവും സജീവമായി മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ സജീവമായി മലപ്പുറം ജില്ലയിലുണ്ട്. മലപ്പുറം ജില്ലയിലെ കലാലയങ്ങളിലുണ്ട്. മലപ്പുറം ജില്ലയിലെ തെരുവുകളിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ നമ്മുടെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം ഉള്ളതോടൊപ്പം തന്നെ ഇവിടുത്തെ ക്യാമ്പസുകളിലെ യൂണിയനിലും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലെ അധികാര കേന്ദ്രങ്ങളിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാവുമ്പോൾ മാത്രമേ നമ്മളൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ നമ്മളെ ആളുകളിലേക്ക് കൂടുതൽ കരുത്തോടുകൂടി നമുക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കൂ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക. നിങ്ങളുടെയൊക്കെ തെരുവുകളിൽ, നിങ്ങളുടെയൊക്കെ ക്യാമ്പസുകളിൽ റിസൾട്ട് വരുന്ന ദിവസം ഈ ഇരുവർണ്ണ കൊടിയുമായി ആഹ്ലാദത്തോടുകൂടി നൃത്തം ചെയ്യുവാൻ, ആഹ്ലാദത്തോടുകൂടി പ്രകടനം നടത്തുവാൻ നമുക്ക് സാധിക്കണം. അതിന് സാധിക്കുന്ന സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം. നമ്മളുടെ മുന്നൊരുക്കങ്ങൾ വളരെ വേഗത്തിൽ നടക്കേണ്ട, നമ്മളുടെ മുന്നൊരുക്കങ്ങൾ ഏറ്റവും സജീവതയോടുകൂടി നടക്കേണ്ട ഒരു സമയമാണിത്. നമ്മളുടെ തെരഞ്ഞെടുപ്പുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവിധ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ക്യാമ്പുകളിൽ സജീവമായിക്കൊണ്ട്, തെരഞ്ഞെടുപ്പ് ക്യാമ്പുകളിൽ സജീവമായിക്കൊണ്ട്, ക്ലാസ് ക്യാമ്പയിനുകൾ സജീവമായിക്കൊണ്ട്, അതുപോലെ തന്നെ ക്യാമ്പസിൽ നമ്മളുടെ രാഷ്ട്രീയത്തിലേക്ക് അതിന്റെ ഒരു പരിസരത്തേക്ക് അവിടുത്തെ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് മുന്നോട്ട് പോകണം. അതിന് ഉള്ള നിർദ്ദേശങ്ങളും അതിനുള്ള മാർഗനിർദ്ദേശങ്ങളുമായി നമ്മുടെ മേൽക്കമ്മിറ്റികൾ, നമ്മുടെ ജില്ലാ കമ്മിറ്റികളും നമ്മുടെ മണ്ഡലം കമ്മിറ്റികളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരുക്കങ്ങൾ, ആ അർത്ഥത്തിലുള്ള തയ്യാറെടുപ്പുകൾ, ആ അർത്ഥത്തിലുള്ള ആലോചനകളും ചിന്തകളുമായി നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോകണം. നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് ഇതര വിദ്യാർത്ഥി സംഘടനകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ കൈവശമുള്ള ആശയമാണ്. ആ ആശയത്തെ ഏറ്റവും മനോഹരമായി
നമുക്ക് പ്രതിനിധീകരിക്കുവാൻ ക്യാമ്പസിൽ സാധിച്ചാൽ ഇതുവരെയുള്ള 6 വർഷക്കാലത്തെ ഫ്രട്ടേണിറ്റിയുടെ ചരിത്രം എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് തോന്നിച്ച കലാലയങ്ങളിൽ പോലും സാധ്യമാക്കിയ രാഷ്ട്രീയത്തിന്റെ പേരാണ് ഫ്രട്ടേണിറ്റി എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. കാസർഗോഡ് ജില്ലയിലെ അങ്ങ് തെക്കേയറ്റത്തുള്ള കേന്ദ്ര സർവകലാശാലയിൽ നമുക്കറിയാം, അവിടെ വളരെ കുറഞ്ഞ പ്രവർത്തകർ മാത്രമുള്ള ഒരു സംഘടനയായിരുന്നു ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത്. ഈ സംഘടന ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ അവിടെ പ്രവർത്തിക്കുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മനോഹരമായ വിജയം കേരളത്തിന്റെ വടക്കേ അറ്റത്തിൽ നിന്നും അതുപോലെ തന്നെ തെക്കേ അറ്റത്തുള്ള പല ക്യാമ്പസുകളിൽ നിന്നും അങ്ങനെയുള്ള കേരളം മുഴുവൻ നമുക്ക് നേടുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആശയത്തിന്റെ കരുത്തും അതിലേറ്റവും പ്രധാനമാണ് നമ്മൾ മനസ്സിലാക്കണം. ഈ ആശയത്തെ ഏറ്റവും മനോഹരമായി നിങ്ങളുടെ ക്യാമ്പസിൽ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ, ഏറ്റവും വലിയ സ്വപ്നങ്ങളുമായി ഈ ആശയത്തെ നെഞ്ചേറ്റുന്ന സ്വപ്നങ്ങളുമായി നിങ്ങൾ ക്യാമ്പസിൽ പ്രവേശിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും. ആ വിജയങ്ങൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ, അതിൽ കൂടുതൽ കരുത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് കൂടുതൽ കരുത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഫ്രട്ടേണിറ്റി.